ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇപ്പൊ ഇന്ന് നമ്മളപ്പം ഉള്ളത് പേരെന്താ ബൈക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ അതിൽ പറഞ്ഞാ മതി. അപ്പൊ എന്താ ഇവർക്ക് എന്താ പറയല്ലേ? അവർക്കെന്ത് പറയണ്ടോ ചോദിച്ചോ? ഇച്ചത് പറയണ്ടോ? നിങ്ങളെന്താ കാണുന്നത്? എന്താ കോൾ ഓഫ് ഡ്യൂട്ടിയാ ഇജ്ജ് കളിച്ചിക്കണത്? കളിച്ചിക്കണോ? ഓക്കെ. മനുണ്ടവിടെ, മനു എഡിറ്റിങ്ങിലാണ് ഫുൾ ടൈം ചെക്കം. അല്ലയോ കോൾ ഓഫ് ഡ്യൂട്ടി ഞാൻ കോൾ ഓഫ് ഡ്യൂട്ടി കളിച്ചപ്പോ ഫുള്ള് കളിച്ച് തീർത്തിക്കണു. വാറിന്റെ സാധനം 2 ദിവസം കൊണ്ട്. എങ്ങനെയാണ് മനുവിനോട് ചോക്ക്? ആണോ മനു? ആണോ മിസ്റ്റർ മനു? ആണോ? 2 ദിവസം കൊണ്ട് അജുക്കാക്ക ഉള്ളു കളിച്ചെടുത്തു കോൾ ഓഫ് ഡ്യൂട്ടി. ഭയങ്കര തള്ളന്റെ തള്ളി മറിച്ചത് തീർത്തിക്കണേ. പിന്നെ GTA കേസ് നിങ്ങൾക്ക് അറിയില്ലേ? GTA നിങ്ങളൊരു വിഷം പോലും നിർത്തിട്ടില്ല. എനിക്കറിയാം GTA പുതിയപ്പോ ഞാനാ പുള്ളി വിഷം നിർത്താം. നിങ്ങളൊന്നും തീർത്തിട്ടില്ല, നിങ്ങളൊന്നും തീർത്തിട്ടില്ല. യൂട്യൂബിൽ കണ്ടിട്ടില്ല, നിങ്ങളൊന്നും തീർത്തിട്ടില്ല. ഫുള്ള് ഞാനാ തീർത്തേ. ഫുള്ള് ഞാനാ തീർത്തേ. യൂട്യൂബില് പിന്നെ വീഡിയോ ഒക്കെ ആര് കളിച്ച് തീർത്തതാ? ആ വീഡിയോ നിങ്ങൾ കളിച്ചിട്ടുണ്ടോ? വിഷം ഒന്നും ചെയ്തിട്ടില്ല. വിഷം ഫുള്ള് ഞാനാ ചെയ്ത്. അത് രണ്ടാമത് കയറ്റിയപ്പോ ഫുള്ള് വിഷം ഞാനാ ചെയ്ത്. ഫസ്റ്റ് കയറ്റിയപ്പോ ആര് തീർത്തേ? ഫസ്റ്റ് കയറ്റിയപ്പോ നിങ്ങളും കളിച്ചിട്ടില്ല, ആരും കളിച്ചില്ല. പക്ഷെ കളിച്ചത് ഞാനാണ്. നിങ്ങള് കളിച്ചിട്ടില്ല. നിങ്ങള് കളിച്ചിട്ടില്ല. എനിക്കറിയാം നിങ്ങള് കളിച്ചിട്ടില്ല. ഇനി ഒന്നും പറയണ്ട, നിങ്ങള് കളിച്ചിട്ടില്ല. ഓൺലൈൻ കളിച്ച ഞാൻ ഓൺലൈനിൽ ഞങ്ങൾക്ക് കളിച്ച അറിയാത്തോണ്ടാണ്. ഓൺലൈനിൽ ഞങ്ങൾ കളിച്ചോണ്ട് മിഷൻ ഹാർഡായോണ്ടാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞ ഞാൻ പറയട്ടെ, യൂട്യൂബിലെ വീഡിയോ മൊത്തം ഞാൻ കളിച്ചു തീർത്തത്. അത് പിന്നെ ആർക്കല്ലേ ഇനിയിപ്പോ നിങ്ങള് വീഡിയോ അതോ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടീനെക്കാട്ടിലും കൂടുതൽ വീഡിയോ കളിച്ചിക്കണു ഞാൻ ഫുള്ള് മിഷനും. നിങ്ങൾ എത്ര കളിച്ചാലും അതിനെക്കാട്ടിലും കൂടുതൽ ഞാനാ കളിച്ചത്. വീഡിയോ ഇട്ടാണ്. നിങ്ങളെ വീഡിയോ എത്ര കളി അതൊക്കെ ഞാൻ കളിച്ചിട്ട്. അപ്പൊ ഞാൻ കളിച്ചിട്ടൊക്കെ ഏതിന്റെ വില ഞാൻ കളിച്ചു കൊടുത്തു. ഞാൻ കളിച്ചു കൊടുത്തിട്ട് അല്ല അല്ല ഇവിടെ വെള്ളം ചാട്ടൊന്നുമില്ല. സയന്റിസ്റ്റിന്റെ അടുത്ത് സയന്റിസ്റ്റ് ഏതൊരു സയന്റിസ്റ്റ് ഉണ്ട്, ഒരു കണ്ണാടി വാസു. അതിന്റെ അടുത്ത് പോയപ്പോ എന്തൊക്കെയൊക്കെ അറിഞ്ഞ് അവസാനം ഒരു വിഷയം കണ്ടു മഞ്ചിൽ വന്ന് ഇങ്ങനെ ഏജൻസിനും അല്ലാതെ ഏത് സത്യം പിസ്റ്റലോണ് അടിച്ചിട്ടുണ്ട്. സത്യം അതല്ലേ? അല്ല, ഹെലികോപ്റ്റർ എടുത്തിട്ട് പിസ്റ്റലോണ്ട് കറക്റ്റ് വേണ്ടി വെച്ചോന്നൂടി. സ്നൈപ്പറോണ്ട് കറക്റ്റ് വിമാനം ഓടിക്കുന്ന പോലീസിന്റെ കറക്റ്റ് അടിച്ചോട്ട്. ഈ മല ഹോളും ദിനോസറിന്റെ ഗെയിം പറ്റിട്ട് അതിന്റെ ലെൻസിലൂടെ ഒക്കെ വരാത്ത ടീമാ. എന്നിട്ട് ഞാൻ വേണ്ടി വെച്ചു കൊടുത്തന്ന് കണ്ടിട്ടില്ല അത്. എന്നിട്ട് ആകാശത്തൂടെ പറക്കും ഡൈനോസറിന്റെ കറക്റ്റ് അടിച്ചോട്ട് സ്നൈപ്പറോണ്ട് ഉന്നം വെക്കാതെ മേടിച്ചാണ് ഡൈനോസറിന്റെ കറക്റ്റ്. അതിന്റെ തലന്റെ ലെങ്ത് അകത്തുള്ളൂ. എന്നിട്ട് കറക്റ്റ് അടിച്ചോട്ടെ ഞാൻ. എന്നിട്ട് അപ്പൊ ജീറ്റിയിലല്ല കുഞ്ഞുള്ള ഫോണില് ഞാൻ ഡൈനോസറിന്റെ ഗെയിം വെച്ച് അടിച്ചിന്. അതിന് പറക്കൻ ഡൈനോസറിന്റെ ഇത്ര ലെങ്ത് ഉള്ള ഓൺലൈൻ അതിന്റെ തല കറക്റ്റ് അടിച്ചോണ്ട് മറ്റേ സ്നൈപ്പറിന്റെ ഉന്നം വെക്കാതെ മേടിച്ചാണ് ഞാൻ. എന്നിട്ട് അപ്പൊ ചോദിച്ചു സ്ക്രീൻഷോട്ട് എടുത്താണ് മേടിച്ചേക്കും. അതിന്റെ അടുത്ത് കുഴപ്പമില്ല മേടിച്ചിട്ടുണ്ട്. അത് സേവ് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് കാണിച്ചു ഒറ്റ വെടിക്ക് ഹെലികോപ്റ്ററത്തെ ഡ്രൈവറിനെ അടിച്ചിട്ടുണ്ട്.
ഞാന് സത്യാണ് പറയണേ. പറയണേക്ക് ഇവിടെ ജീറ്റത്തെ ഷാർപ്പ് ഷൂട്ടർ ആലോചിച്ചൊക്കെ മരണുണ്ട് ആരാണ് പഠിച്ചത് റബ്ബർ കളിച്ചത് ഇവരെ കളി പഠിപ്പിച്ചെടുത്ത് നമ്മളാ നമ്മക്കിട്ട് അല്ല പിന്നെ തെളിവാക്ക ഞാൻ കാണിച്ചതുണ്ടോ ഇതൊക്കെ നമ്മൾ കളിച്ച കളികളാ ഉണ്ടോ ഇവന് ഒക്കെ പോട്ടെ RDR കയറിയൊക്കെ സംശയമല്ലേ RDR പറയും പോലെ ഇവൻ എന്താ കാട്ടിക്കണേ കുതിരനെയും കൊണ്ട് മണ്ടും വെച്ചു അല്ല ഒന്നും വെട്ടിയൊക്കെ അറിയില്ലേ അറിയൂ കുതിരമ്മ ഞാൻ അരച്ചോടച്ചു ക്യാമറമാനോട് ചോദിച്ചോ ക്യാമറമാനല്ലേ വണ്ടിയാണ് കണ്ടില്ല അന്നുണ്ടല്ലേ കുതിര പുറത്ത് പോകുമ്പോളെ പിസ്റ്റൽ എടുത്ത് കറക്റ്റ് അടിച്ചോട്ട് അടിച്ചു ഞാന് ഇതൊക്കെ ഓർമ്മയില്ലാത്തോണ്ടാ വെറുതെ എന്തപ്പോ തള്ളത് ക്യാമറമാനോട് നിങ്ങൾ ചോദിച്ചു നോക്കി അന്നൊക്കെ അറിയണ്ട ഇജ്ജ് പറയുന്നൊന്നും ഇവിടെ തെളിവില്ല ഞാൻ പറയുന്ന തെളിവുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് ആ വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചാലോ വെച്ചാലോ കഴിഞ്ഞാലേ കാണൂലേ ഞാൻ നാളെ പോകുമ്പോഴത്തേക്ക് നിങ്ങൾ RDR കൂടെ കേച്ചോക്കി തെളിവ് ഞാൻ കറക്റ്റ് കൂടി ഇത് കാണിച്ചതാണ് എന്ത് RDR കേച്ചോ ഞാൻ ഷൂട്ട് ചെയ്ത് കാണിച്ചരാ ഈ പുറത്ത് കാണിച്ചില്ലേ ഞാൻ തന്റെ കഥ അംഗനവാടിയിലെ ചീറ്റവയിലെ അടിച്ചോട്ടൊക്കെ അടിച്ചണേ ഏതാണ് പൊട്ടത്തി കേക്കട്ടെ ഒന്നും പറയുന്നില്ല ഇജ്ജ് കളിച്ചിട്ടില്ലേ ഓനെ പറഞ്ഞ കളിച്ചിട്ടില്ല കളിച്ചിക്കണ് പറഞ്ഞെടുത്താ കാർ ഓടിച്ചിട്ട് കാറിന്റെ അവസ്ഥ ക്യാമറമാനാണ് നിങ്ങൾ ചോദിച്ചു നോക്കി 4 ടയറും ഇങ്ങനെ 4 ടയറും ഇങ്ങനെ കുത്താതെ ഒരു 2 വളവ് കുത്താതെ ഇപ്പൊ തന്നെ ഞാൻ കാണിച്ചു അല്ല കേച്ച് നോക്കി കേച്ച് ഞാൻ വളവ് തിരിച്ചിട്ട് അപ്പം അൺഇൻസ്റ്റാൾ ചെയ്തു എന്താ ഇപ്പൊ പറയണ ഏതാണോ നോക്കാൻ എന്താണ് അപ്പൊ തന്നെ നൂബാണ് അല്ല പ്രോയാണ് ഗ്രൂപ്പിന്റെ വീഡിയോ കാണുന്ന പ്രോ ഇക്കാരം ആരെ പറഞ്ഞോട് ഞാന് ഇവിടെ വന്ന ആ ചങ്ങാരി ഒച്ചും പുള്ളിയാക്കാരൻ ഗ്രൂപ്പിന്റെ വീഡിയോ കാണുന്ന പ്രോ ഇക്കാരം ഗ്രൂപ്പിന്റെ വീഡിയോ പറയട്ടെ അത് കണ്ടതന്നെ കണ്ടു എപ്പോ ഞാൻ പുതിയ വീഡിയോ ഉണ്ടോന്ന് സെർച്ച് ചെയ്ത് നോക്കല ഇറ്റങ്ങൾ അങ്ങോട്ട് വന്ന് പോയി കഴിഞ്ഞാല് യൂട്യൂബാണ് തുറക്കാൻ പറ്റും യൂട്യൂബ് തുറന്നാൽ ഫുള്ള് ഗെയിമിന്റെ തേങ്ങ മൂടും അതിനെന്താ ആൾക്ക് പറയല്ലേ അനക്കൊന്നും കാണാൻ തരലുണ്ടോ ഓന്റെ കാട്ടിലെപ്പോഴും ലാപ്പെടുത്താ എന്നിട്ട് ഇത് ചോദിച്ചുമ്പോ എന്താ പറയല് ആഴ്ച തെറ്റി വരും നിനക്ക് ഒന്നിട്ടില്ലാരാണ് ഇല്ലേ അല്ല ഓളെ റോബ്ലോക്സ് ഈ ഗെയിം ഈ ഡ്രസ് ഉണ്ടോ ഈ ബാറ്റ്സ്മാൻ നിൽക്കണ റോബ്ലോക്സിന്റെ ഈ ഗെയിമാണ് ഓള് ആണ് ഓള് ഈ ഗെയിം എന്നെ കളിച്ചു ഇതാരെ തൊള്ള പൂട്ടോട് പറയട്ടെ ഇജ്ജ് പറയും ചാനലിന്റെ പേര് മറ്റേ വീഡിയോ വാഷ് ചെയ്യുന്ന ട്രക്ക് ആ വീഡിയോ
ഞാനുണ്ടല്ലേ ഞാൻ നൂബാസറിലാണല്ലേ നൂബാസറാണല്ലോ അതിലൊരു ഗെയിം ഉണ്ട് ആ ചെക്കൻ്റെ ഒരു ഗെയിം ആ ചെക്ക ഒരു കളിച്ച ഗെയിം ഉണ്ട് അത് 100 പ്രാവശ്യം കണ്ടു കുഞ്ഞിനെ ഫോണില് ഈ പടത്തി ഞാനില്ലേ ക്യാമ്പിംഗ് അത് ആണെങ്കിലോ ഒരു 8 മണിക്കൂറിനാ അത് കഴിഞ്ഞാ പിന്നെ എനിക്ക് കിട്ടൂല അവിടെ ഞാൻ കൊടുക്കാം അവസരം തരും നമ്മള് ഇല്ല പിന്നെ ആരെയും ചരക്കട ഓനിപ്പോ കാണുന്ന ചക്കന്റെ വീഡിയോ അല്ലേ ആ വീഡിയോത്തല്ലേ ഗ്രാനി മാത്രമേ കളിച്ചുള്ളൂ ആണില്ലേ ഓന്റെ മച്ച ചക്കന്റെ അല്ലേ ആ വീഡിയോത്തെ ഗ്രാനി അവള് കാണലുണ്ട് 100 പ്രാവശ്യം കണ്ടിട്ടുണ്ടോ അവന്റെ ചോച്ചി എന്താപ്പോ നിങ്ങൾക്കൊക്കെ ഇജ്ജത്തെ കാട്ടിന് നിങ്ങൾക്കൊക്കെ വലുതായാലും എന്താകാനാണ് ആഗ്രഹം എന്താകാൻ ആഗ്രഹം മാസ്റ്റർ അല്ലേ പൈലറ്റ് ആകാൻ താല്പര്യം പണ്ട് ഞാനും അങ്ങനെ പറഞ്ഞില്ലേ പൈലറ്റ് ആകാൻ പോട്ടെ ഞാൻ പറയട്ടെ ഇജില്ലേ എന്നിട്ട് കാണുന്നത് ഫുള്ള് ന്യൂബ് മാസ്റ്ററിന്റെ ഇതല്ലേ എന്നാക്ക് എന്തായാലും പൈലറ്റിന്റെ സംബന്ധിച്ച് അല്ലെ വിമാനത്തെ സംബന്ധിച്ച് കണ്ടൂടെ അതിനത് കണ്ടിട്ട് ഇപ്പൊ എനിക്ക് എന്ത് കിട്ടാനാ ഞാൻ ചെറിയ കുട്ടിയല്ലേ പിന്നെ എനിക്ക് എന്താ മനസ്സിലാവും ആ ഫുള്ളാണെങ്കിൽ എല്ലാ ഇംഗ്ലീഷും അങ്ങനെ കൂട്ടി സ്പീഡ് പറഞ്ഞ നമുക്ക് അങ്ങനെ മനസ്സിലാവാ ചെറിയ കുട്ടിയാണ് ന്യൂബ് മാസ്റ്ററിന്റെ ഗെയിം കണ്ടിട്ട് എനിക്ക് എന്ത് കിട്ടാനാ എനിക്ക് കാണുന്നുണ്ട് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ ആ ഗെയിം വെച്ചാ പിന്നെ എനിക്ക് കളിച്ചാ കേറ്റൂലാണ് അഥവാ കേച്ചാലോ എത്താഴ്ചപ്പം പറയുന്നത് അവിടെ എന്തേ ഉപകാരം ഗെയിം കളിച്ചിട്ട് എന്തേലും ഉപകാരം ഉണ്ടോ ഗെയിം കളിച്ചിട്ട് ഉപകാരം ഉണ്ടോ എന്തല്ലേ എന്ത് രസം രസം എന്തൊക്കെ രസം കിട്ടും ചോദിച്ചോ കണ്ണ് കേടരും പിന്നെ എന്തൊക്കെ പറ്റുക കണ്ണ് പിന്നെ തുറക്കാൻ പറ്റില്ല കണ്ണിങ്ങനെ മൂട്ടിങ്ങാണ്ട് കണ്ണിന് അസുഖം വരും കേട്ടോ പല കുട്ടികളല്ലേ കണ്ണിങ്ങനെ ചുംബിക്കും തുറക്കാൻ വെക്കൂല അപ്പൊ എന്താ കാട്ടണ്ടേ നമ്മള് അതോ ഈ ടവലെടുക്കും അങ്ങോട്ടേക്ക് കുറച്ച് വെള്ളാക്കി കണ്ടിങ്ങനെ അങ്ങനെ അസുഖം വന്ന് അങ്ങനെ ആക്കിച്ചും തുറക്കാൻ പറ്റൂല അസുഖം വന്ന് അങ്ങനെ ആക്കാൻ പറ്റൂല പീലിയാടുണ്ട് കണ്ടായാല് അങ്ങനെ ആക്കാൻ പറ്റൂല ആക്കാൻ കഥ ഏത് വീഡിയോ എന്തായാലും കണ്ടുപോകൂലേ അപ്പൊ വീഡിയോ കാണാക്കണല്ലേ എന്നിട്ട് വീഡിയോ തന്നെയല്ലേ പറയണേ ഏതാ പൊട്ടന്മാര് ഞങ്ങള് കഥ കേക്കോളൂ കാണൂല അല്ല കഥ ഇട്ടുങ്ങാണ്ടും പെട്ടുമ്പോ അങ്ങനെ പൂച്ചങ്ങാണ്ട് കേക്കണം എന്നിട്ട് ഇവളെന്താ ചെയ്യണേ വെച്ച് നോക്കി അന്ന് കുഞ്ഞിനെ ഞങ്ങളെ എടുത്തേക്ക് വന്നാണ്ട് ഇമ്മച്ചന്ന് ഹോസ്പിറ്റലിൽ അന്ന് ഞങ്ങള് കുഞ്ഞിന്റെ അവിടെ നിൽക്കുമ്പളെ കുഞ്ഞറിഞ്ഞു കഥ കേക്ക ഞാൻ അവിടെ പൂത്തേക്കാന്ന് അപ്പൊ പച്ചൂല പറഞ്ഞ് കുഞ്ഞിന്റെ പടിപിടി കൂടിയ ആളാണ് എന്നിട്ട് ഇപ്പൊ എന്താ പറയണേ ഇപ്പൊ എന്താ പറയണേ അന്ന് ഇവിടെ ആ ഫോണ് കാണാൻ വേണ്ടി വാശിടിച്ചേനി എന്നിട്ട് ഇപ്പൊ എന്താ അവിടെ ഇപ്പൊ എന്താ പറഞ്ഞേ സത്യാണോ അല്ല 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 അതിന്റെ തെളിവടക്കം കുഞ്ഞിനെ അതിന്റെ തെളിവടക്കം കുഞ്ഞിന്റെ ഫോണുണ്ട് കുഞ്ഞിന്റെ ഫോൺ പോയി എടുത്തോക്കി ഞാൻ പറഞ്ഞു വേറെ ചോദിച്ചാ നിർത്തുക തോക്കെടുക്കൂല കണ്ടു ഞാൻ ഇന്നാളില്ലേ ഞാൻ അതേമാതിരി കാട്ടിട്ടേ വേടേക്ക് ഞാൻ ഇതേമാതിരി ഇങ്ങനെ കൊഞ്ഞനെ കുത്തി കളിച്ചിട്ട് ഇവിടെ ലോക്കായി എങ്ങനെയാ അതേമാതിരി ആകുമ്പോ ഹോസ്പിറ്റലിൽ പോയാണ്ട് ചെയ്തു തള്ളാണ് എനിക്കറിയാം അപ്പൊ നിങ്ങള് ഇവിടെ അങ്ങനായി അങ്ങനെ ഈ കാലം പിന്നെ ഞങ്ങളെ സൂപ്പർ ഹീറോ ഞാൻ പറയാം സൂപ്പർ ഹീറോ പേര് പറഞ്ഞാ മതി ചൂണ്ടിക്കാണിച്ചേയുള്ളൂ ചൂണ്ടിക്കാണിച്ച അതാരാണപ്പോ പേരെന്താ പാസ്വേഡിന്റെ പാസ്വേഡാണ് എന്താണ് പേര് ലാപ്ടോപ്പിന്റെ പാസ്വേഡ് എന്താണ് പറഞ്ഞ ഡ്രാഗൺ സാജു ഓനങ്ങനെ സൂപ്പർ ഹീറോ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ തന്നു
ഡ്രാഗൺ ഉണ്ട് ഇങ്ങനെ തള്ളു എന്നിട്ട് രാവിലെ ആയാലോ ഡ്രാഗൺ രാവിലെ ഒന്ന് അങ്ങോട്ടുണ്ടോ ഇങ്ങോട്ടുണ്ടോ മറിച്ചെടുത്തോണ്ടേ പണ്ട് എന്നിട്ട് തള്ളു. അറിയണ കേക്ക് ഞാൻ പണ്ട് ഇവിടെ കടന്നുറങ്ങി ഞാൻ ഇവിടെ ഉറങ്ങാം ഇവിടെ ഉറങ്ങുന്ന ടൈമിൽ ഒരു ദിവസം ഇങ്ങനെ ജനൽ കൂടെ അങ്ങോട്ട് നേരിട്ട് ഇങ്ങനെ പോണ്ടിട്ടോ പ്രേതം ഞാൻ പറഞ്ഞുതരാം പടേക്ഷി പറയണേക്ക് നയല് വരുമ്പോ നമ്മളൊക്കെ മനസ്സിലാക്കാനാണ് വിചാരിച്ച ശേഷോ അതിലെന്ത് തല ഇങ്ങനെ പോട്ടോ പിന്നെ കുറച്ച് നേരം കൊണ്ടൊക്കെ ചിറങ്ങാവും ഡ്രാഗൺ പറയട്ടെ ഇപ്പൊ എന്താ ഞാൻ പറയണ ഫുള്ളാക്കാൻ ഇപ്പൊ വർത്താൻ പറയുമ്പോ നമുക്ക് അടിക്കാനാ പറ്റുമോ ഇപ്പൊ എങ്ങനെ ഇത് വല്ല പറയും ഞാൻ പറയട്ടെ എന്നിട്ട് ഇങ്ങനെ പോവുക അതില് ഞാൻ അങ്ങനെ ഉറങ്ങല്ലേ ഞാൻ മനസ്സിൽ സ്വപ്നം കാണാണ് പിന്നെ കണ്ണൊക്കെ തിരുമ്പി നോക്കി ആരെ നോക്കിട്ടോ അതിലുണ്ട് ഒരച്ച അപ്പൊ എന്താ സൗണ്ട് ശരിയാക്കിയാണേ എന്നിട്ട് പിന്നെ അങ്ങോട്ട് പോയി പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ അറിഞ്ഞു അപ്പൊ എന്തിനാ വന്നതാ നമ്മളെ മുന്നിൽ കഞ്ഞി കൊടുക്കണ്ടല്ലേ അത് പറിച്ചാ വന്നാണേ ജലദോഷം വന്നിട്ട് തൊണ്ട അരച്ചിട്ട് വന്നതാണ് വള്ളം ഡ്രാഗനെ പൂമ്പാച്ചന്റെ പരിപ്പ് പൂവേക്കാരം ഇവിടുത്തെ പൂന്ന് തേങ്ങ കുടിച്ചാൽ പൂമ്പാച്ചേക്കാരം ഐശോ ഇത് സത്യല്ലേ തുമ്പി പൂമ്പ ഇരിക്കാവുന്ന പറയാണ്ടോ ഇല്ല നിങ്ങള് പറഞ്ഞിട്ടോ ഞാൻ പറഞ്ഞായിട്ട് പറയണം അല്ലെങ്കിൽ പറയേണ്ട അടി കൂടെ പറയാം എന്നാ ഞങ്ങള് പറയുന്നില്ല അപ്പൊ സമാധാനായി ഈ സുഖാച്ച് വീരാണ്ട് ഉത്തരിക്കാം ഒന്ന് പറയണേട്ടാ അറിയന്തിയെ ആ പറഞ്ഞൂടി അപ്പൊ കേട്ടു അപ്പൊ അടി കൂടെ സംസാരിച്ചതാ മുണ്ടല്ലേ ഐശോ ഞാൻ പറഞ്ഞ കഥ സത്യല്ലേ ഇജ്ജ് കണ്ടിട്ടില്ലേ അന്ന് അന്ന് ഇവിടെ ഉണ്ടാവണ്ടല്ലോ ചെറിയ കുട്ടി ഇജ് ഒച്ചുണ്ടാക്കുമ്പോ അതും ഇതും കൂടി കേട്ടും കേൾക്കൂലൊന്നും അവിടെ ഞാൻ അവിടെ ചോദിച്ചു ഇജ്ജ് വർത്താൻ പറയുന്നത് അത് കേക്കണ്ട ഇപ്പം പറയണ ഐശോ ഇപ്പൊ ഞാൻ നുള്ളു വാങ്ങുമ്പോ പറഞ്ഞു പിന്നെ ഞാൻ ചോദിക്കട്ടെ അത് സത്യമാണ് സത്യം ഇജ്ജ് പറയും സത്യാണ് അല്ലേ ഇജ്ജ് അങ്ങനെ ഒരു ദിവസം രാത്രി കണ്ടിട്ടില്ലേ ഞങ്ങളപ്പല്ലോ ഒരു ദിവസം ആ അതെ അതെ എന്ന് എന്നോടാ പറഞ്ഞിട്ട് അവള് ഫുള്ളാക്കട്ടെ ഈ പൊട്ടത്തി എന്നെങ്കിലും ഇവിടെ കടന്നു വിടാം ഈ പൊട്ടത്തിന്റെ മുമ്പച്ചിനോട് പോയി ചോദിച്ചോക്കി ഞാൻ വേറെ ഐശു കണ്ടത് എന്താ പറയട്ടെ പോയി ചോദിച്ചോക്കി പൊടച്ചോനെ എടാ പറഞ്ഞിട്ടാണ്ടെങ്കിൽ നിൽക്കുമ്പോഴേ ഓള് കണ്ടതോട് പറയട്ടെ കണ്ടത് പറഞ്ഞെടുത്താ നിങ്ങള് കണ്ടപ്പോ ഞാൻ എണീച്ചുകൊണ്ട് നോക്കി നിങ്ങളൊപ്പം എന്തൊക്കെ കണ്ടത് കറക്റ്റ് പറഞ്ഞു കൊടുക്കിച്ചു അതോ ഞാൻ അങ്ങനെ നീല് കണ്ടു നിങ്ങള് പറഞ്ഞ മതി തന്നെ പിന്നെന്തോ എന്താ ഒച്ച കണ്ടത് പറഞ്ഞതാ നിങ്ങള് പറഞ്ഞ ഒച്ച ഉണ്ടായി ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ കറന്നിട്ടില്ല ആർക്കെങ്കിലും കട്ടാൻ വെക്കത് ഞാൻ പറ്റിച്ചു തോറോ എന്താ എനിക്ക് തോറാകാൻ കാരണം എന്താ ഷോക്കിന്റെ പറഞ്ഞിട്ട് ഷോക്കോ ഒരു പവറ് കരന്റ് പോയാലേ ലാപ്ടോപ്പ് കാണാൻ പറ്റില്ല അപ്പൊ തോറിനെ വിളിച്ച് മറ്റേ ഇതുമ്പോ പോസ്റ്റ് കമ്മി പോലെ നേട്ടം മേടിയാ മതി അപ്പൊ പിന്നെ എനിക്ക് സുഖമായിട്ടിരുന്നാണല്ലോ അല്ല ഇത് തോറ് കരണ്ട് മണിക്കാരനാ കാരം അത് ഇടിമിന്നലല്ലേ നന്നാക്കാൻ പറ്റുമല്ലോ തോറ് KCB-കാരനാ പറയുന്നത് അല്ല ഗോഡ് ഓഫ് ദി തണ്ടർ എന്തിയെ ഇംഗ്ലീഷിൽ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഇംഗ്ലീഷ് മീഡിയത്തിലാണ്
റിയല് പിന്നെ കച്ചുടിച്ചും ബൈക്ക് കറച്ചങ്ങോട്ട് വന്നു കണ്ട് ആ ചുച്ചിക്ക് പോകും കാണ്ടാഴ്ച അതൊക്കെ കറച്ചു കുടിച്ചു അവന്റെ കജ്ജിയില്. എവിടുന്നാണ് ചുറ്റിക്ക് വരുന്നത്? അതോ അതോ എനിക്ക് മാജിക് ഉണ്ട്. മജീഷ്യൻ ആണോ? പൈസ ഉണ്ടാക്കാത്തപ്പോ പൈസ ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റേജ് ഷോക്ക് പോകും. അല്ല കണ്ടിട്ടില്ലേ? എന്റെ സ്കൂളിൽ വന്നിട്ടില്ലേനോ പരിപാടി? സ്കൂളിൽ ഓരോ മാജിക് കാട്ടാൻ വന്നിട്ടില്ലേനോ ഒരു ദിവസം? പെരയില് കറണ്ട് വന്നപ്പോ കറണ്ട് തരാൻ വേണ്ടി നന്നാക്കാൻ വന്നിട്ട് വന്നില്ലേ തോറ്? അല്ല അല്ല ഇപ്പൊ ആരാണ് തോറിന് കണ്ണും പണി അല്ലാതെ ഇപ്പൊ നിങ്ങൾ എന്താണ് പറഞ്ഞേ? തോറിന് കണ്ണും പണിയാണ്. ആണി അടിച്ചു പോയിട്ടുണ്ട്. ആ ചുറ്റി കൊണ്ട് ആണി അടിച്ചാ പോസ്റ്റ് കൊണ്ടാടും. എന്നിട്ട് അപ്പൊ എല്ലാരും കൂടി മെല്ലെ അടിച്ചുകൊണ്ട് പോട്ട് അത് കാക്കാന്റെ ഫ്ലേവർ ആരാ? അജു കാക്കാന്റെ ഫ്ലേവർ ആരാ? സ്പൈഡർമാനെ മീൻ മുറിച്ചാണ് അലട്ടോണ്ട്. അങ്ങനെയല്ല സൂപ്പർമാൻ. സൂപ്പർമാൻ പേടിച്ചിങ്ങനെ പറഞ്ഞു. സൂപ്പർമാൻ താറുന്ന തോറ് ടാറെടുത്ത് സിമെന്റ് സൂപ്പർമാനും തോറും കൂടി തല്ലൂടെ അറിയിച്ച തോറ് തോക്കും അല്ലെ? സ്വകാര്യം നമ്മള് കേട്ടിട്ട് സ്വകാര്യം നമ്മള് കേട്ടിട്ടുണ്ട്. സൂപ്പർമാൻ പറഞ്ഞോ തോറ ചുച്ചു കറി. അപ്പൊ ചുച്ചിക്കന്റെ അപ്പ പറഞ്ഞോ എന്നിട്ട് തോറിന്റെ ഉണ്ടില്ല മുണ്ടെടുത്ത് വീടും. അപ്പൊ തോറല്ല സൂപ്പർമാന് പടം പറഞ്ഞു. അപ്പൊ തെങ്ങുമ്പോ തേങ്ങ തടി ചടി സൂപ്പർമാൻ ചാവും. സൂപ്പർമാൻ അതിന്റെ ബാക്കത്തെ തട്ടം വീറുമ്പോ സൂപ്പർമാൻ ചാവുന്നത് തേങ്ങ തടി വീടാൻ ചാവൂലേ? പിന്നെ ഏത് മനുഷ്യനാണ്? സൂപ്പർമാൻ മനുഷ്യനല്ലേ? തോറിനുണ്ടല്ലോ സൂപ്പർമാനും ഉണ്ട്. തോറിന് ചുറ്റികളെ മറക്കാൻ വയ്ക്കും. നമ്മളൊക്കെ വെക്കും. പിന്നെ നേരെ കണ്ണിന്ന് സാധനം വരും. റൈസർ കണ്ണിന്ന് റൈസർ വരും. അതെന്തിനാ? അത് സൂപ്പർമാൻ സ്കൂളിൽ പഠിച്ചുമ്പോഴേക്കാണ്. സൂപ്പർമാനെ വലുതായി ജോലി കിട്ടുമ്പോ കണ്ണെന്ന് എന്താ പറയാ? അപ്പൊ അപ്പൂപ്പനാവുമ്പോഴോ കട്ടറയിക്കാരോ? കട്ടറയിക്കാരോ? അപ്പൊ മരിച്ചാലോ? മരിച്ചുമ്പോഴേ കുറുപ്പി കട്ടറാവുള്ളൂ. ഏതായാലേ സൂപ്പർമാനും തോറും തല്ലൂർ എന്താ സൂപ്പർമാൻ ചോദിച്ചോ? അല്ല അത് കമന്റ് ചെയ്യാൻ മതി. കമന്റ് ചെയ്യും ആരാ ജയിക്കാം നമുക്ക് നോക്കാം. തോറാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. സൂപ്പർമാൻ ആണെങ്കിൽ ലൈക്ക് ചെയ്യും. ബാറ്റ്സ്മാൻ ആണെങ്കിൽ കമന്റ് ചെയ്യും. നമ്മൾ 11:30 ആണെങ്കിൽ ഇല്ലെങ്കിൽ 1 മണിക്ക് ഉറങ്ങും. അല്ല മണ്ടേ ഐശ്വര്യ പാട്ടാടുണ്ടോ? ഒരു ടോപ്പ് ഞായറാഴ്ച സൺഡേ ആണ്.
ഐശ്വര്യ കഥയാണ് നമ്മൾ മറ്റേ പണ്ട് പറഞ്ഞു കേക്ക് ഇടും അതിന്റെ അടിയിൽ കൂടെ തൊള്ള വിടരുത് ഇരിക്കും അവിടെ ഇരിക്കും എന്താ പി പി നിക്ക് 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 ഇജ്ജ അവിടെ ഇരിക്ക് ഈ ബരാട് തിരിച്ചിരിക്കുക നേരക്കിരിക്ക് നേരക്കിരിക്കാൻ അവിടെ പോയി അന്നാണ് നീക്ക് നീ ഐശുവിന്റെ വക ഒരു കഥ പറഞ്ഞു ശരിക്കും നോക്കി ഞാൻ കാരണം പറയാം ശരിക്കും പറയണം ഒരു ഗുണപാഠം അതിൽ വേണം ഇപ്പൊ നോക്കണം പൊട്ടന ഒരു ഗുണപാഠം അതിൽ വേണം എന്നിട്ട് നല്ല കുട്ടികൾക്കൊക്കെ കേൾക്കാൻ പറ്റുമായിട്ട് കഥ പറഞ്ഞു കൊടുക്കണം അടിപൊളി ഓക്കെ ഓക്കെ നീ ജി നേരക്ക് ജോളെ പിത്തനകളോട് പറയട്ടെ പറയും മുടിങ്ങല ശരിക്കും പറയും ഓക്കെ ചിരിച്ചാണ്ടോ പണ്ടൊരു സിംഹവും ഒരു എലിന്റെ എണീട്ടോ എന്നിട്ട് ആ എലിയില്ല എലി ഇങ്ങനല്ലേ ഉറങ്ങുമ്പോഴില്ലേ ആ എലി വന്നിങ്ങാട്ട് അതിന്റെ മോൾക്ക് കയറിങ്ങാട്ട് ഇങ്ങനെ പിറ്റേനെ കാട്ടാണ് ഉറങ്ങുമ്പോ എന്നിട്ട് അതിന് ഭ്രാന്ത് അടിച്ചങ്ങാണ്ട് കജിന് പിടിച്ചങ്ങാണ്ടില്ല ഒച്ച കറക്കിങ്ങാണ്ട് ഒച്ച ഇടയില്ലേ അപ്പൊ പറഞ്ഞിട്ട് ഇജ എവിടെ കുടുങ്ങിയാലും അന്നെ എടുക്കേണ്ടത് ഇങ്ങോട്ട് ഒരു വലിയൊരു വേട്ടക്കാരൻ വന്നുകൊണ്ട് വല വിരിച്ചു നീട്ടോ ഇങ്ങോട്ടേക്ക് ആ സിംഹം കുടുങ്ങി ഇങ്ങോട്ടില്ലേ ആ വേട്ടക്കാരൻ കൊണ്ടുങ്ങാണ്ട് തൂക്കിയിട്ടല്ലേ മരത്ത് മണ്ട് ആ എലിന്റെ വീട് എന്നിട്ട് അതിന് ശബ്ദം പോയിട്ട് കണ്ടു വന്നുങ്ങാണ്ട് വല കടിച്ചു കീടി എന്നിട്ട് സിംഹം രക്ഷപ്പെട്ട് ഗുണപാഠ ആരും ചെറുതായി കാണരുത് കേട്ടതാണ് ഉണ്ടാക്കി പറഞ്ഞോ സ്കൂളത്തെ കഥ ഞാൻ ഡ്രാഗനെ കുറിച്ച് ഒരു പുതിയ കഥ ഉണ്ടാക്കി പറഞ്ഞ എല്ലാവരും കേട്ടെ ഡ്രാഗനെ ഓൾറെഡി അവൾക്ക് അറിയാം മറ്റേ നമ്മള് പണ്ട് കണ്ട ഡ്രാഗന്റെ അവൻ പറഞ്ഞു അതെ ഡ്രാഗന് ലോകത്തില്ല ആകെ ലോകത്തുള്ള മനുഷ്യന്മാരും മൃഗന്മാരും അതോ ഫ്രൂട്ട് സലാഡിൽ ഐസ്ക്രീം ഇട്ട് ഇളക്കി തിന്നത് പോരെ എനിക്കും കിട്ടിയിട്ടുണ്ട് സ്കൂളിൽ ഫ്രൂട്ട് സലാഡ് എനിക്കില്ലേ വേണമെങ്കിലേ സ്കൂളിലെ ഞങ്ങൾക്കില്ലേ രാവിലെ വരെ ഉണ്ടാക്കി തണ്ടുണ്ട് കേട്ടോ ഞാൻ കഴിച്ചിട്ടെ രാവിലെ ചെപ്പള സ്കൂൾക്ക് എത്താം രാവിലെ എണീച്ചുമ്പോ അങ്ങോട്ട് സ്കൂളിൽ പോകും ആയിക്കോട്ടെ ഓക്കെ അത് കഴിഞ്ഞിട്ട് രാവിലെ ഫുഡ് എപ്പോഴാ കഴിക്കുക എന്ത് ഫുഡ് രാവിലെ ഫസ്റ്റ് കഴിക്കുക അതോ കഞ്ഞി കഞ്ഞി പിന്നെ എന്താ കിട്ടുക കഞ്ഞി മാത്രം കിട്ടും കൂട്ടാൻ കൊണ്ടുപോയ കൂട്ടാന്റെ ഒപ്പം കൂട്ടാനും കൂട്ടിക്കൊണ്ട് കഞ്ഞി കുടിച്ചാൽ കൂട്ടാൻ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ വെറും പച്ചക്ക് കഞ്ഞി കുടിച്ചേണ്ടി വരും ഉപ്പിട്ട കഞ്ഞി മാത്രം കുടിച്ചിട്ടുണ്ടോ പിന്നെ സ്നാക്സ് ഒക്കെ കൊണ്ടുപോകല്ലേ സ്നാക്സ് ഇല്ല ചോറ് ഇപ്പൊ കഞ്ഞി മാത്രമാണ് പിന്നെ ഉച്ചക്ക് ചോറുന്നപ്പോ ഉച്ചക്ക് ചോറ് 10 മണിക്ക് കഞ്ഞി കുടിച്ചാൽ പിന്നെ ചോറ് തിന്നു ഉച്ചക്ക് അപ്പോത്തിന് ഇതൊക്കെ കഴിച്ചോ ഒന്നും കഴിച്ചൂല പിന്നെ കൊറേ വായിച്ചൊക്കെ ചെയ്യും മറ്റു ഫസ്റ്റത്തെ ബെല്ലടിച്ചു അപ്പൊ ചോറിന് ഫസ്റ്റ് ഒരു ബെല്ലടിച്ചു പിന്നെയും ബെല്ലടിച്ച ഞങ്ങള് എണീച്ചിക്കണ്ടേ പിന്നെ ഫാത്തിഹ സൂറത്തൊക്കെ ഒതുങ്ങാണ്ട് നിൽക്കും എന്നിട്ട് ഞങ്ങള് ഇരിക്കും മറ്റേ പ്രസന്റ് കുടിച്ചു അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഞാൻ പഠിപ്പിച്ചു മുഖത്തിന് ബെല്ലടിച്ചുകൊണ്ട് കഞ്ഞി കുടിച്ചാലോ അവിടെ കഞ്ഞി കുടിച്ചാൽ കൂട്ടാനൊക്കെ ഇറങ്ങാണ്ട് വരി ഇറങ്ങാണ്ട് സ്റ്റെപ്പൊക്കെ രണ്ടെണ്ണം ഇറങ്ങാണ്ട് താഴത്താണേനി താഴത്താവുമ്പോ ഇറങ്ങാണ്ട് ആവശ്യമില്ല താഴത്തന്നെയാണ് മോളിലേക്ക് ആക്കിപ്പോ ഈ മോൾക്കാക്കി വെച്ച് തേങ്ങാക്കൊന്റെ മൂടാണ് ഈ ചടങ്ങാണ്ട് സ്റ്റെപ്പ് ഇറങ്ങാൻ ഇഷ്ടം തന്നെയല്ല സ്റ്റെപ്പ് സ്റ്റെപ്പ് ഇറങ്ങിയിച്ചില്ലേ ഇങ്ങനെ വരിക്കും ഇങ്ങനെ നടക്കണം അപ്പൊ കണ്ണിങ്ങനെ കിട്ടും കഞ്ഞിക്ക് എന്നിട്ട് അടുത്ത് കണ്ട് വരിക്കും കഞ്ഞി ഇരിക്കണം എന്നിട്ട് കഞ്ഞി മതിയാക്കാൻ പിന്നെ ഒരിക്കില്ലേ കൂട്ടാനും മതിയെങ്കിൽ അത് എടുത്തുകൊണ്ട് കളയാൻ സമ്മതിക്കന്നല്ലേ അത് ഫുൾ തിന്നോണ്ടി വേസ്റ്റ് ആക്കണ കുട്ടികൾ വേസ്റ്റ് ആക്കും ഞാൻ വേസ്റ്റ് ആക്കൂല 1 2 3 4 5 6 7 8 എന്നിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ക്ലാസ് തന്നെ കയറും എന്നിട്ട് കുറച്ചേരം അങ്ങനെ പഠിച്ചിട്ട് വീണ്ടും കുറച്ചേരം പഠിച്ചിട്ട് പിന്നെ ബെല്ലടിച്ചു
എന്നിട്ട് വീണ്ടും ചോറിനാല് സ്റ്റെപ്പ് ഇറങ്ങി വരി ഇനി സ്റ്റെപ്പ് ഇറങ്ങണം അല്ല പിന്നെ ഞങ്ങള് മണ്ടിങ്ങാണ്ട് പോയിങ്ങാണ്ട് മണ്ടിങ്ങാണ്ട് സ്റ്റെപ്പ് ഇറങ്ങിങ്ങാണ്ട് പോയിങ്ങാണ്ട് കജ്ജി ചൂണ്ട സ്റ്റെപ്പാണ് എന്നിട്ട് ചോദിച്ചു മാത്രം കൊടുത്തങ്ങാണ്ട് പോകേണ്ടി പിന്നെ ചോറ് വെച്ചു അത് കഴിഞ്ഞാല് എന്നിട്ട് പാത്രം കഴുകാണ്ട് പാത്രം LKG കാർക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്നിട്ട് LKG കാർക്ക് എടുത്തങ്ങാണ്ട് പോയി അങ്ങനെ പാത്രം അവിടെ വെച്ചുകൊണ്ട് പോകും എന്നിട്ട് കജ്ജിങ്ങാണ്ട് ക്ലാസ്സിൽ പോകും പിന്നെ ഇങ്ങനെ ടീച്ചർ വന്നുങ്ങാണ്ട് ഞങ്ങളോട് പറയും പാത്രം എടുക്കണം അപ്പൊ എല്ലാവരും പോകുങ്ങാണ്ട് പാത്രം എടുക്കും പാത്രം കേൾക്കാൻ 100 മണിക്കൂർ എടുക്കും എന്നിട്ട് കേൾക്കിങ്ങാണ്ട് ഞങ്ങൾ ക്ലാസ് പോകും എന്നിട്ട് ക്ലാസ്സിൽ ഞങ്ങൾ കളിച്ചു ടീച്ചറില്ലേ ടീച്ചർ വന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ കളിച്ചു ഒരു ദിവസം കണ്ണൂർ ചെയ്തിട്ട് ഞങ്ങൾ കഴിയുമ്പോ നോക്കിക്കുമ്പോ ടീച്ചർ വന്നു ചണ്ടയ്ക്ക് രണ്ടു ഞങ്ങളവിടെ നോക്കി അങ്ങനെ തന്നെ വേണം പിന്നെ ചോറ് കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് പിന്നെ എന്തായാലും തരും പിന്നെ ഞങ്ങൾ പഠിപ്പിച്ചുമ്പോഴില്ലോ അവൻ പൂർത്തങ്ങാണ്ട് ഇങ്ങനെ ഞാൻ കറക്കിട്ടോ അപ്പുറത്തങ്ങാണ്ട് ടീച്ചർ ബുക്കൊണ്ട് 2 തലക്ക് തന്നു അല്ല വേറെ ചോദിച്ചിട്ടേ അത് ചോറ് കഴിഞ്ഞ് പിന്നെ ക്ലാസ് കഴിഞ്ഞ പിന്നെ സ്കൂൾ വിടും കുറച്ചു കഴിഞ്ഞിട്ട് പിന്നെ ബെല്ലടിച്ചും പിന്നെ ഞങ്ങൾ സ്വലാത്തോലിയും കണ്ടാൻ പറ്റിയ ബാഗ് എടുത്തുകൊണ്ട് ഓലോലോ ഓട്ടോറിക്ഷ ഇന്ന താഴത്ത് കടത്തി നിൽക്കും ഇങ്ങോട്ട് ഓട്ടോറിക്ഷ വരുമ്പോൾ ആ ഗീറ്റും കൊടുത്തുകൊണ്ട് കണ്ട് നേരെ വീട്ടിൽ വരും പിന്നെ നിങ്ങൾക്ക് പാലൊക്കെ ഇട്ടുണ്ടോ പാല് മുട്ട ഞങ്ങൾക്ക് ഇട്ടലുണ്ട് മുട്ടി പാല് മുട്ടി പാല് മുട്ട ചോറ് ബിരിയാണി കിട്ടുന്നുണ്ടോ ഇടക്കിടക്ക് മറ്റേ കലോത്സവത്തിനൊക്കെ മറ്റേ മറ്റേ വെള്ളിയാഴ്ചയാണ് ഈ ഫുള്ള് അപ്പൊ ഈ ഫുള്ളില് ഫുള്ള് ചൊല്ലിക്കൊടുത്ത ഉസ്താദ് സിപ്പൊക്കെ അങ്ങനെ തരും പേരറിയില്ല വേറെ എന്താ പറയാനില്ലേ ഒന്നും പറയാനില്ല അല്ല നിങ്ങൾ മറ്റന്നാൾ മുതൽ സ്കൂൾക്ക് പോകണ്ടേ കാര്യം പറയാനുണ്ട് മറ്റന്നാൾ സ്കൂളിൽ പോകാൻ എനിക്ക് മടിയുണ്ടോ എന്താ മടിച്ചാൻ കാരണം കൊറേ ദിവസം ഇവിടെ കിടന്ന് പിന്നെ കൊറേ ദിവസം ശേഷം സ്കൂളിൽ പോകുമ്പോഴേ പിന്നെ ഒരു ബോറുണ്ടാവും സ്കൂളിൽ പോകണ്ടെന്നൊക്കെ തോന്നും അത്ര തന്നെ സ്കൂളിൽ പോകാൻ ഇഷ്ടമാണോ അത് പോകണോ ഇഷ്ടമാണ് അപ്പൊ എനിക്ക് ഇപ്പൊ ഇങ്ങോട്ടൊക്കെ വിരുന്ന് നടക്കാൻ പറ്റുന്ന ഇഷ്ടല്ലേ ഇഷ്ടമാണ് പഠിച്ചാനല്ലേ കളിച്ചാനേക്കാളും പഠിച്ചാൻ എനിക്ക് ഇഷ്ടമാണോ കളിച്ചാനോ കളിച്ചാലും ഇഷ്ടമാണ് ഞങ്ങൾ സ്കൂളിലില്ലേ ടീച്ചറായില്ലാത്തപ്പോ ഞങ്ങള് കളിച്ചു കുത്തേക്കും എന്നിട്ട് ടീച്ചർ വരുമ്പോ സന്ധിക്ക് നല്ലോണം വടിയിട്ടു വടിയോണ്ട് കിട്ടൂല ഭാഗ്യത്തിന് ഇച്ചില്ലേ പരീക്ഷക്ക് 2ാം സ്ഥാനം കിട്ടിയോണ്ട് ഇച്ച് കുറച്ചടി കുറവ് എനിക്ക് 2ാം സ്ഥാനം കിട്ടിയോണ്ട് പക്ഷേ മാത്സ് ഒഴികെ എല്ലാത്തിനും എ ഗ്രേഡ് ആണ് മാത്സിന് മാത്രം ബി ഗ്രേഡ് ആണ് അതുകൊണ്ട് സെക്കൻഡിന്റെ മെഡൽ വാങ്ങി പോകുന്നുണ്ട് ഞാൻ പറയട്ടെ ഓനിക്കല്ലേ സിൽവർ കിട്ടിയത് ഗൗഡാണ് സിൽവർ ഡയമണ്ടിനാണ് ഗോൾഡിനെക്കാട്ടിൽ വരെ ഡയമണ്ടിനാണ് എന്ത് ഗൗഡിന്റെ ദൈവത്തിന്റെ മെഡല് അല്ല ഗോൾഡൻ കളറുള്ള മെഡല് ഏറ്റവും സമ്മാനം കിട്ടിയതാർക്കാം അതൊക്കെ ബാക്കിയൊക്കെ ഉണ്ട് അതൊക്കെ ചാക്കിലാണ് പിടിച്ചിട്ടേ എനിക്ക് സർട്ടിഫിക്കറ്റ് 10 ട്രോഫി 2 മെഡൽ നമ്മക്ക് കുറെ കിട്ടിക്കണ് അവിടെ മൊത്തം 5 സർട്ടിഫിക്കറ്റാ എന്താ വിഷയം പറഞ്ഞെടുക്കാണ്ട് അശ്വിന് എന്തൊക്കെ എത്ര ട്രോഫി സമ്മാനം കിട്ടിക്കണ് അശ്വിന് വെറുതെ സമ്മാനം കിട്ടിക്കണോ സർട്ടിഫിക്കറ്റ് 2 പരിപാടി ട്രോഫി മറ്റേ വെറുതെ കിട്ടിയ ട്രോഫി 4 പിന്നെ മെഡൽ 1 അത്രേ ഉള്ളൂ എന്താണ് എന്താ പറഞ്ഞ സർട്ടിഫിക്കറ്റ് പറഞ്ഞ ഇവിടെ നിർത്താം ഉറക്കം വേണ്ടില്ലേ എനിക്ക് ഉറക്കം പേരുണ്ട് വിളിക്ക്
ഇനിയിപ്പോ എന്തായാലും ഭ്രാന്തമാര് പെസറ്റ്. അപ്പൊ നമുക്ക് ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കാൻ ടൈം ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ മറ്റേ സൂപ്പർമാന്റെ ഫാൻസ് ആണെങ്കിൽ ലൈക്ക് ചെയ്യാ, പിന്നെ തോറിന്റെ ഫാൻസ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, രണ്ടും അല്ല ബാറ്റ്സ്മാൻ ആണെങ്കിൽ മറ്റേ കമന്റ് ചെയ്യാം. ഇതിൽ നടക്കില്ല ആരാണ് ജയിക്കുന്നത് ഓൽക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം. ഞാൻ വിചാരിച്ച എന്തെങ്കിലും വാഗ്ദാനങ്ങൾ കൊടുക്കണ്ടോ. അപ്പൊ അല്ല നിർത്തണ്ടേ, എനിക്കൊരു കാര്യം കൂടി പറയാണ്ട്. എന്നിട്ട് ഏത് സൂപ്പർ ഹീറോയാണ് കൂടുതൽ ഇട്ടത് ആ സൂപ്പർ ഹീറോ കമന്റ് ലൈക്ക് എന്താ ഇട്ട് ഓൽക്ക് ഉള്ളിൽ ഹീറോ കൊടുക്കും. തന്നെ കൊടുക്കാം, എന്തെങ്കിലും കൊടുക്കാലോ, എന്തെങ്കിലും ഒരു കുന്ത്രാണ്ടങ്ങൾ വാങ്ങി കൊടുക്കണ്ടേ, മണ്ണിനെ കൊടുക്കണേ നമുക്ക്. ഓക്കെ, നല്ല നിങ്ങളുണ്ടാവില്ല അട്ടത്തെന്തെങ്കിലും സാധനം. അപ്പൊ എന്നാ നമ്മള് ഇതാണ് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഗുഡ് നൈറ്റ് പറയും. Good night.